നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഫഹ്മും അഖ്ലുമൊക്കെ ഉണ്ടാകാൻ, പഠിച്ചതൊരിക്കലും മറക്കാതിരിക്കാൻ, കേട്ടതെല്ലാം മനഃപ്പാടമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധമായൊരു പാത്രമെടുത്ത് ശുദ്ധമായ ജലം, സൂര്യപ്രകാശം തട്ടാത്ത വെള്ളമായിരിക്കണം. അതൊരു പ്ലേറ്റിൽ ഈ പറയുന്ന ആയത്തുകൾ എഴുതിയിട്ട് വെറും വയറ്റിൽ ആരെക്കൊണ്ടാണോ കുടിപ്പിക്കുന്നത് അവർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും, ഫഹ്മും അഖ്ലുമൊക്കെ ഉണ്ടാകും, പഠിച്ചതൊന്നും മറക്കുകയില്ല. അതേപോലെ തന്നെ സംസം വെള്ളത്തിൽ ചില ആയത്തുകൾ എഴുതിയിട്ട് കുടിക്കുന്നതും ഇതിന് നല്ല ഫലം ചെയ്യുമെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു പ്ലേറ്റിൽ ഈ ഒരു സൂറത്ത് എഴുതി കുടിക്കുകയാണെങ്കിലും നല്ല ഫലമുണ്ടാകും. അതേപോലെ തന്നെ കുങ്കുമത്തിൽ എഴുതിയിട്ട് കുങ്കുമം കൊണ്ട് എഴുതി അത് നാക്കുകൊണ്ട് വടിച്ചെടുത്ത് കുടിക്കുന്നൊരു രൂപമുണ്ട്. ഇതൊക്കെ നല്ല ഫഹ്മും അഖ്ലുമൊക്കെ ഉണ്ടാകാനും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകാനൊക്കെ കാരണമാകുന്ന അമലാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നല്ല ബുദ്ധിശക്തിയുള്ള മക്കളായിട്ട് വളരാൻ അതൊരു കാരണമാകും. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണ് നമ്മൾ ഈ വെറും വയറ്റിലേക്കും അതേപോലെ ഇത്തരം അമലുകളിലൂടെയൊക്കെ സേവിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ശനി ഞായർ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളൊന്നും പലരും പറയും അവർ പഠിക്കൂല, അവർ ശ്രദ്ധിക്കൂല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ്. ഞാനീ പറയുന്നത് ശരിയല്ല. നിങ്ങളൊന്ന് നോക്കൂ, നമ്മുടെ കുട്ടികൾ പഠിക്കൂല എന്നുള്ള കംപ്ലൈൻറ്റിൽ മാത്രമേ ഉള്ളൂ. അവന് ഫോണിലെല്ലാ കളിയും അവനക്കറിയാം. ഫോണിലുള്ള അവൻ്റെ ഗെയിമിലൊക്കെ അവന് നന്നായിട്ട് നല്ല സ്കോർ ചെയ്യും. അപ്പോൾ അവന് കഴിവുണ്ട്, ടാലൻറ്റഡാണ്, സ്കിൽഡാണ്. പക്ഷെ അത് പഠനത്തിലേക്ക് ഉപയോഗപ്പെടുത്തുന്നില്ല. പല കാരണങ്ങളുണ്ടാകും പഠനത്തിലേക്ക് ഉപയോഗപ്പെടുത്താതെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 1-ാം ക്ലാസ് മുതൽ ഇങ്ങനെ പഠിച്ച് KG ഒക്കെ പഠിച്ചു കഴിഞ്ഞ് 1-ാം ക്ലാസ് മുതൽ ഇങ്ങനെ പഠിച്ച് അവൻ ആദ്യ അക്ഷരങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. എന്നാൽ 2-ാം ക്ലാസ്സിലും ശ്രദ്ധിക്കില്ല, 3-ാം ക്ലാസ്സിലും ശ്രദ്ധിക്കില്ല. ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ, ഒന്ന് മോട്ടിവേഷൻ കൊടുക്കാൻ, ഒന്ന് പുഷ് ചെയ്യാൻ ചിലപ്പോൾ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പഠിപ്പില്ലാണ്ടായ കുട്ടികളുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് മറ്റുള്ള കഴിവുകളിലൊക്കെ നല്ല കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ വർക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയും. ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മക്കളിലൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചവരായിരിക്കാം അല്ലേ? ഒന്ന് എഴുതി അറിയിക്കണം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പഠിക്കാൻ മാത്രമല്ല പിന്നിൽ, ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും അവർക്ക് നല്ല ഓർമ്മശക്തിയാണ്. ഇപ്പം നമ്മളൊരു 4 വർഷം മുമ്പുള്ള ചില കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ 2 വർഷം മുമ്പുള്ള, 1 വർഷം മുമ്പുള്ള അത് ചിലപ്പോൾ നമ്മളിങ്ങനെ അത് തിരഞ്ഞു നടക്കുകയോ അത് ഓർമ്മിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കളത് ചിലപ്പോൾ പറഞ്ഞുതരും. ഏത് മക്കൾ? ഈ പഠനത്തിൽ പിന്നോക്കാണെന്ന് PTA മീറ്റിങ്ങിൽ പോയിട്ട് പറഞ്ഞ കുട്ടി, തീരെ പഠിക്കൂല, കൊള്ളൂല, ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പരാതി പറഞ്ഞ കുട്ടി, അവരായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ അവർക്ക് നല്ലൊരു കഴിവുണ്ട്, അതവർക്ക് പഠനത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനുതകുന്ന ഒരു അധ്യാപകൻ ഉണ്ടായില്ല, നമുക്കതിന് മോട്ടിവേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, നമുക്കതിന് പുഷ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അവരെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ ആ രൂപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായും അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ഈ ആത്മീയമായ വഴികളൊക്കെ പറയുന്നതോടുകൂടെ അത്തരം കാര്യങ്ങളും കൂടെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മനഃപ്പാഠം ഉണ്ടാകാൻ, നല്ല ഹിഫ്ളുള്ള മക്കളായി വളരാൻ സൂറത്തുൽ ഇൻഷിറാഹ് എന്ന് പറയുന്ന സൂറത്ത്, അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത്, അതിനൊരു പ്ലേറ്റിൽ എഴുതി വെള്ളം കൊണ്ട് മായ്ച്ചു കുടിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മനഃപ്പാഠമാക്കാനുള്ള ഒരു കഴിവിലേക്ക് അവനെത്താൻ അതൊരു കാരണമായേക്കാം. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക. അത് അധികം പണിയില്ലല്ലോ. ഒരു പ്ലേറ്റിൽ ഇങ്ങനെ എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ്ച്ച് കുടിക്കുക എന്ന് പറഞ്ഞാൽ അധികം പണിയില്ല. അതേപോലെ തന്നെ എല്ലാവിധ ഇൽമുകളും ഉലൂമുകളും അറിവുകളും അവന് ലഭിക്കണമെങ്കിൽ, ശ്രവിച്ചതെല്ലാം മനഃപ്പാഠമാക്കണമെങ്കിൽ, കേട്ടതെല്ലാം മനഃപ്പാഠമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ആയത്തുകളുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ
വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. സൂറത്തുർ റഹ്മാനിലെ ആദ്യത്തെ 6 ആയത്തുകൾ. അതേപോലെ തന്നെ സൂറത്തുൽ ഖിയാമയിലെ ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു സുമ്മ ഇന്ന അലൈനാ ബയാനഹു. ഈ ആയത്തുകൾ സൂറത്തുൽ ഖിയാമയിലെ 16, 17, 18, 19 ആയത്തുകൾ. അതേപോലെ തന്നെ സൂറത്തുൽ ബുറൂജ് ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിം മഹ്ഫൂദ്. സൂറത്തുൽ ബുറൂജിലെ 21, 22 ആയത്തുകൾ. ഈ ആയത്തുകൾ അപ്പോൾ അർ-റഹ്മാൻ സൂറത്തിലെ 6 ആയത്ത്, ആദ്യത്തെ 6 ആയത്ത്. അതേപോലെ തന്നെ ഖിയാമയിലെ 16, 17, 18, 19 ആയത്തുകൾ. സൂറത്തുൽ ബുറൂജിലെ 21, 22 ആയത്തുകൾ. ഈ ആയത്തുകൾ അവർക്ക് സംസം വെള്ളം കൊണ്ട് മായിച്ച് കുടിക്കാൻ വേണ്ടി കൊടുക്കുക, നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിൽ. എന്നാൽ അവർ കേട്ടതെല്ലാം മനഃപ്പാടമാകുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തും. അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും ഫഹമൊക്കെ നൽകട്ടെ. അപ്പോൾ അതിനെന്താ, ഒന്ന് ചെയ്തു കൊടുത്തു നോക്കുക, നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലെ, കൂടുതൽ പണിയൊന്നും ഇല്ലല്ലോ, റിസ്ക് ഉള്ള പണിയല്ലല്ലോ, ഒരു സ്പിരിച്വാലിറ്റിയാണിത്. അപ്പോൾ ഒരു ആത്മീയമായിട്ടുള്ളൊരു ഒരു ഇത് അവരിൽ ഉണ്ടാകാൻ അതൊരു കാരണമാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഈ ആയത്തുകളുണ്ടല്ലോ, ഈ ആയത്തുകളൊക്കെ ഞാൻ ഇതേപോലെ ഇന്നലെ പറഞ്ഞതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാവും. അതിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സേവ് അടിച്ചാൽ നിങ്ങളെ ഫോണിലേക്ക് ആ ഒരു ആയത്തുകളൊക്കെ എത്തും. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സൂറത്തുൽ അലഖ് ഉണ്ട്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ സൂറത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ അതിതേപോലെ സൂര്യപ്രകാശം തട്ടാത്തൊരു ശുദ്ധജലം കൊണ്ട് നല്ല വൃത്തിയുള്ള പാത്രത്തിൽ എഴുതി അത് വെറും വയറ്റിൽ, അത് ആർക്കാണോ ഇങ്ങനെ നല്ല ബുദ്ധിശക്തിയും ഫഹ്മും അഖലൊക്കെ ഉണ്ടാവേണ്ടത് അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ ആയത്തുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക. അതേപോലെ തന്നെ കസ്തൂരി കൊണ്ടും കുങ്കുമം കൊണ്ടും സൂറത്തു യാസീൻ എഴുതുക. എന്നിട്ട് അത് പനിനീർ വെള്ളം കൊണ്ട് മായ്ച്ച ശേഷം അത് കുടിക്കുക. 7 ദിവസം കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവന് കേട്ടതെല്ലാം മനഃപ്പാടമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവനെത്താൻ ആ ഒരു അമൽ കാരണമാകുമെന്നുള്ളതാണ്. അപ്പോൾ നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാവാനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ നമുക്കിതൊന്ന് ചെയ്തു കൊടുത്തു നോക്കാം. നല്ല റിസൾട്ട് അതിൽ കിട്ടാനൊരു കാരണമാകും. അങ്ങനെ കുറേ അമലുകൾ നമ്മൾ മുമ്പ് സനുഖരിയൊക്കെ ഫലാ തൻസ എന്ന് പറയുന്ന ഒരു ആയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾക്ക് എന്തെങ്കിലും മനഃപ്പാടമാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ തൊട്ട് മുമ്പൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ്. എന്തു പഠിച്ചു കഴിഞ്ഞാലും അത് മറന്നു പോകുന്ന സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ സനുഖരിയൊക്കെ ഫലാ തൻസ എന്ന് പറയുന്ന ആയത്ത് അത് ഒരു 7 തവണയോ 11 തവണയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഓതുക. ഇപ്പോൾ സ്കൂളിൽ ഏതെങ്കിലും പാഠം പഠിച്ചിട്ട് അതൊന്ന് ഓതുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഓക്കെ, നല്ല ബുദ്ധിശക്തിയും ഫഹ്മും ഉണ്ടാവാൻ കാരണമാകും. അത് അനുഭവമുള്ളതാണ്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, നമ്മുടെ മുതഅല്ലിമീങ്ങളും മക്കളൊക്കെ ചെയ്യുന്നതാണ്. നല്ല ഫലം ലഭിക്കാൻ അതൊരു കാരണമാകും. അല്ലാഹു നല്ല ബുദ്ധിശക്തിയും ഫഹ്മും നമ്മുടെ മക്കൾക്ക് നൽകട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കണം, കുട്ടികൾ പഠിക്കുന്ന സമയം നല്ലോണം ശ്രദ്ധിക്കണം. തുടക്ക സമയമാണെന്നുണ്ടെങ്കിൽ നല്ല ഫലം ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അന്നാന്നെടുക്കുന്ന പാഠം അന്നാന്ന് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിലെ മാറ്റങ്ങൾ നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. അവരത് കൃത്യമായിട്ട് നമുക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ആ ക്വാളിറ്റി ഫീൽ ചെയ്യും. ഇതിങ്ങനെ കുട്ടികൾ അലസമായിട്ട് ശ്രദ്ധയില്ലാതെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവനെ പിന്നെ കുറേ കാലം കഴിഞ്ഞ് പിടിച്ചാൽ കിട്ടില്ല, അവസാന സമയത്തൊന്നും പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക, അവർക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, നല്ല ഉറക്കമൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. ഉറക്കം കുറയുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക്
മെമ്മറി പവർ ഉണ്ടാവില്ല. നല്ല ഉറങ്ങുന്ന ഒരു ആരോഗ്യകരമായ ഉറക്കത്തിന് 8 മണിക്കൂർ 7 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ഒരു ശീലത്തിലേക്ക് എത്തുക. കുട്ടികളൊക്കെ കുറച്ച് കൂടുതൽ സമയം ഉറങ്ങണം, എന്നാലേ രാവിലെ മദ്രസയിലേക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു സ്മാർട്ട്നെസ് ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സലാഹിൻ്റെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ.